ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഈ വീഡിയോയിലൂടെ ഞാൻ 2 കാര്യങ്ങളാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. തമ്പനെയിൽ കണ്ട് വന്നവർക്കത് മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. എൻ്റെ ഈ ചാനലിൻ്റെ ചെറിയൊരു ഇൻട്രോ ആണ് ആദ്യം ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കാരണം ചാനൽ തുടങ്ങിയിട്ട് കുറച്ച് ദിവസമായി, പക്ഷേ പുതിയൊരു ഇൻട്രോ വീഡിയോ ഇടാൻ ഈ ചാനലിലൂടെ മെയിനായിട്ട് 2-3 കണ്ടൻറ്റാണ് കൊണ്ടുവരാൻ ശ്രമിക്കുന്നത്. അതുകൊണ്ട് ഇൻട്രോ ആവശ്യമായിട്ട് എനിക്ക് തോന്നി, അതാണ് ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത്. എന്നാൽ നമ്മുടെ മെയിൻ ടോപ്പിക് എന്താണെന്ന് വെച്ചാൽ, അത്താഴം കഴിച്ചിട്ട് അരക്കാതെ നടക്കണമെന്ന് പറയുന്നത് കേട്ടിട്ടില്ലേ? എന്തിനാണ് അങ്ങനെ പറയുന്നതെന്ന് അറിയാത്തവർക്ക് വേണ്ടി പറഞ്ഞു തരാനാണ്. ഇനി ഒട്ടും സമയം കളയാതെ വീഡിയോയിലോട്ട് പോകാം. അതിനു മുൻപ് ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്തേക്കണേ. എൻ്റെ ഈ ചാനലിൻ്റെ പേര് ലിസൺ ടു മീ 98 എന്നാണ്. ഈ ചാനലിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട, നിങ്ങളുടെ നിത്യജീവിതത്തിൽ പ്രയോജനപ്പെടുന്ന കുറച്ച് ടിപ്സും ട്രിക്സുമാണ്. അതിൽ ചിലതൊക്കെ നിങ്ങൾക്ക് ജീവിതത്തിൽ കൊണ്ടുവരാൻ ബുദ്ധിമുട്ടായിരിക്കാം, എന്നാലും അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. ചില പ്രോഡക്റ്റ് പരിചയപ്പെടുത്തുന്നതും ഇതിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ലൈഫ് സ്റ്റൈൽ ടിപ്സ്, ഹെൽത്ത് ടിപ്സ്, ബ്യൂട്ടി ടിപ്സ്, ഹോം റെമഡീസ് എല്ലാം ഞാനിത് ഈ ചാനലിൽ കൊണ്ടുവരുന്നുണ്ട്. മണി റിലേറ്റഡ് വീഡിയോസും ഇടുന്നുണ്ട്. ചാനൽ ഇഷ്ടമായാൽ, ടിപ്സൊക്കെ നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്നുണ്ടോ എന്ന് തോന്നിയാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. പിന്നെ ഇതുവരെ ഇട്ട വീഡിയോസ് കണ്ടിട്ടില്ലാത്തവർ വേഗം തന്നെ പോയി കണ്ടോളൂ. ആദ്യമൊക്കെ കുറച്ച് പേടിയുണ്ടായിരുന്നു ചാനൽ തുടങ്ങിയാൽ വിജയിക്കുമോ എന്നൊക്കെ. പക്ഷേ കുറച്ച് വീഡിയോസൊക്കെ ഇട്ട് കഴിഞ്ഞപ്പോൾ അതിനകത്ത് വ്യൂസും ലൈക്സും കമൻസും ഒക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ വീഡിയോ ഇടാൻ അതെനിക്കൊരു ധൈര്യമായി. തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഈ വീഡിയോ കുറച്ച് നീണ്ടുപോയെന്നറിയാം, പക്ഷേ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് മറ്റൊരു വീഡിയോ ഇടേണ്ടി വരും, അതുകൊണ്ടാണ്. ഇനി മെയിൻ പോയിന്റിലോട്ട് വരാം. രാത്രി ഭക്ഷണം കഴിച്ച ഉടൻ ഉറങ്ങുന്നവരാണോ നിങ്ങൾ? എങ്കിൽ ഇത് അറിയാതെ പോകരുത്. രാത്രി ആയാൽ കിടക്കാനുള്ള തിരക്കാവും. കിടക്കുന്നതിന് തൊട്ട് മുമ്പാണോ നിങ്ങൾ ഭക്ഷണം കഴിക്കാറുള്ളത്? എങ്കിൽ ഓർത്തോളൂ, അത്താഴം കഴിച്ചാൽ അരക്കാതമെങ്കിലും നടക്കണം എന്ന പഴഞ്ചൊല്ല് നിങ്ങൾ കേട്ടിട്ടില്ലേ? കഴിക്കുന്ന സമയവും കിടക്കുന്ന സമയവും വളരെ പ്രധാനമാണ്. ഇതിന് പിന്നിലെ യാഥാർത്ഥ്യം എന്തെന്ന് അറിയണ്ടേ? രാത്രി ഭക്ഷണത്തിന് ശേഷം വീടിന് മുമ്പിലൂടെ ചെറിയ നടത്തം പാസാക്കിയിരുന്ന തലമുറ നമുക്കുണ്ടായിരുന്നു. വെറുതെ ഒരു നടത്തം എന്നതിലുപരി ആരോഗ്യത്തിലേക്ക് വേരുകളാഴ്ത്തുന്ന ധാരാളം ഗുണങ്ങൾ ഇതിനുണ്ട്. ഭക്ഷണത്തിന് ശേഷമുള്ള ഈ നടത്തം ദഹന വ്യവസ്ഥയെ സ്വാധീനിക്കുന്നു. ദഹന പ്രക്രിയ സുഗമമാക്കുകയും അതിലൂടെ പോഷകങ്ങളുടെ ശരിയായ ആഗിരണം, മൊത്തത്തിലുള്ള ക്ഷേമം എന്നിവ മെച്ചപ്പെടുത്തും. അത്താഴത്തിന് ശേഷമുള്ള നടത്തം കൊണ്ട് നമുക്ക് ഉണ്ടാകുന്ന നേട്ടങ്ങൾ എന്തെന്ന് നോക്കാം. ഒന്നാമത്തേത്, ചെറിയ തോതിലുള്ള വ്യായാമം മനസ്സിനും ശരീരത്തിനും നല്ലതാണ്. ഭക്ഷണം ദഹിപ്പിക്കാനുള്ള സാവകാശം കിട്ടുന്നതിനോടൊപ്പം വിശ്രമിക്കുന്നതിനായുള്ള തയ്യാറെടുപ്പ് നടത്തുന്നതിന് ശരീരത്തെ സഹായിക്കുന്നു. രണ്ടാമത്തെ ഗുണം എന്താണെന്ന് വെച്ചാൽ, രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിച്ച് നിർത്തി പെട്ടെന്നുണ്ടാകുന്ന ഇൻസുലിൻ വ്യതിയാനങ്ങളെ പ്രതിരോധിക്കുന്നു എന്നതാണ്. മൂന്നാമതായി, നമ്മുടെ ശരീരഭാരം നിയന്ത്രിക്കാൻ സഹായിക്കുന്നു. അതായത് അത്താഴത്തിന് ശേഷമുള്ള ചെറിയ തോതിലുള്ള നടത്തം ശരീരത്തിന് അമിതമായി ഉണ്ടാകുന്ന കലോറി ഇല്ലാതാക്കും. അതിലൂടെ ശരീരഭാരം കൂടാതെ നമ്മളെ സഹായിക്കുന്നു. അവസാനത്തെ ഗുണം എന്ന് പറഞ്ഞാൽ, പരമ്പരാഗത ആയുർവേദ തത്വങ്ങൾ പ്രകാരം ഭക്ഷണശേഷമുള്ള നടത്തം ദഹനത്തിനും പോഷകങ്ങളുടെ ആഗിരണത്തിനും സഹായിക്കും. പിന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് ഭക്ഷണം കഴിക്കുന്ന സമയം. അത് വളരെ പ്രാധാന്യമുള്ളതാണ്. നടത്തവും ഉറക്കവും ക്രമത്തിലാക്കണമെന്നുണ്ടെങ്കിൽ ഭക്ഷണം കഴിക്കുന്ന സമയവും അതിനനുസരിച്ച് നിശ്ചയിക്കേണ്ടതുണ്ട്. നമ്മൾ ഇന്ത്യക്കാർ പൊതുവെ വൈകി ഭക്ഷണം കഴിക്കുന്നവരാണ്. അതുപോലെ വൈകി ഉറങ്ങുകയും ചെയ്യും. അതിൽ മാറ്റം കൊണ്ടുവരണം. ഉറങ്ങുന്നതിന് ഏകദേശം 2 മുതൽ 3 മണിക്കൂർ മുമ്പെങ്കിലും അത്താഴം കഴിക്കുന്നതാണ് നല്ലത്. പൊതുവെ വൈകിട്ട് 6 മുതൽ 8 വരെയുള്ള സമയമാണ് രാത്രി ഭക്ഷണം കഴിക്കേണ്ടത് എന്നാണ് വിദഗ്ധർ പറയുന്നത്. വയറ് നിറയെ ഭക്ഷണം കഴിച്ച ഉടൻ ഉറങ്ങാൻ കിടക്കുന്നത് കൊണ്ടാണ് പലപ്പോഴും ദഹനക്കേട് അനുഭവപ്പെടുന്നത്. കൃത്യമായി ഇടവേള നൽകി ആഹാരം കഴിക്കുമ്പോൾ ദഹന വ്യവസ്ഥ കൂടുതൽ കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നു. ഒപ്പം പോഷകങ്ങളുടെ ആഗിരണവും ഊർജ്ജോൽപാദനവും സുഗമമായി നടക്കുന്നു. ഈ ഇടവേള നടത്തത്തിനായി വിനിയോഗിക്കാം. എന്നാൽ ഭക്ഷണശേഷമുള്ള നടത്തത്തിൽ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അതായത്, വയറ് നിറയെ ഭക്ഷണം കഴിച്ച ഉടൻ ആയാസത്തിന് നടത്തം തുടങ്ങരുത്. ഭക്ഷണത്തിന് ശേഷം 15 മുതൽ 30 മിനിറ്റ് വരെ വിശ്രമിക്കുക. എന്നിട്ട് വളരെ പതുക്കെ നടന്നു തുടങ്ങാം. നടക്കുമ്പോൾ വേഗത കൂടിയാലും പ്രശ്നമാണ്. മലബന്ധം, ദഹനക്കേട് ഒക്കെ ഉണ്ടായേക്കാം. അതുകൊണ്ട് വളരെ പതുക്കെ വേണം നടക്കാൻ. എന്നാൽ ഇക്കാര്യങ്ങളൊക്കെ നിങ്ങളുടെ പ്രായം, ആരോഗ്യസ്ഥിതി, ശരീരപ്രകൃതി എന്നിവയെ ആശ്രയിച്ചിരിക്കും. പ്രായമായവരും അതുപോലെ നടക്കാൻ പ്രയാസമുള്ള ആളുകളും, അതായത് ആരോഗ്യ പ്രശ്നങ്ങളുള്ളവരൊക്കെ ആരോഗ്യ വിദഗ്ധരുടെ നിർദ്ദേശങ്ങൾ തേടാൻ മറക്കരുത്. അത്താഴത്തിന്
ശേഷമുള്ള നടത്തം നിങ്ങൾക്ക് യോജിക്കുന്നില്ല എന്ന് തോന്നുകയാണെങ്കിൽ രാവിലെ നടക്കാവുന്നതാണ്. രാവിലെ നടക്കുകയാണെങ്കിൽ ഒരു ദിവസത്തേക്ക് വേണ്ട ഊർജം ഉൽപ്പാദിപ്പിക്കാൻ സഹായിക്കുന്നു. അതുപോലെ രാവിലെ യോഗ പോലെയുള്ള വ്യായാമങ്ങളും ചെയ്യുന്നത് നല്ലതാണ്. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ നിങ്ങളുടെ അറിവിന് വേണ്ടി മാത്രമുള്ളതാണ്. ഇഷ്ടമായെങ്കിൽ ചാനൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ.